ഇത്രയും നല്ല ഒരു ഭവനമേ ഈ തുകയ്ക്ക് സാറ് തീർത്ത് അതിന് വളരെയേറെ നന്ദിയുണ്ട് സാറിനോട്. ഇത്രയും ദൂരെ നിന്ന് ഇവിടെ വന്ന് ഇത്രയും ഇതായിട്ട് ചെയ്ത് അവനുള്ള ആ താല്പര്യവും സാറ് അവനും സാറുമായിട്ട് പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. അപ്പം അത്രയും കാര്യങ്ങൾ എല്ലാം വളരെ ഭംഗിയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി നല്ല സാധനങ്ങളിട്ട് എല്ലാം ചെയ്ത് വളരെ ഇതായിട്ട് ചെയ്തതിനകത്ത് സാറിന് ഒത്തിരി നന്ദി. സാറിനെ ദൈവം അവിടെ അനുഗ്രഹിക്കട്ടെ. സാറിന് ഇനി ഒരുപാട് വർക്കുകൾ സാറിന് കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് സാറിനോട് ഈ വിഷയത്തിൽ പറയാനായി. നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലിലെ ലിബിൻ്റെ സ്വപ്നഭവനത്തിൻ്റെ മുന്നിലാണ്. എഗ്രിമെൻറ്റും പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് പൂർത്തീകരിക്കുകയാണ്. വളരെ ദുർഘടമായ ആ ഒരു വഴിയും കാര്യങ്ങളുമൊക്കെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ ആയിരുന്നു. എങ്കിലും 6 മാസത്തെ എഗ്രിമെൻ്റ് ഇട്ടെങ്കിലും 4 മാസത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഈ നിർമ്മാണ പ്രവർത്തനത്തിന് നമ്മുടെ സഹപ്രവർത്തകരുടെ എല്ലാവരുടെയും ആത്മാർത്ഥത ഇതിനകത്ത് ഓരോ ഭാഗത്തും നിഴലിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ആളുകളുടെ എല്ലാം ഒരു പൂർണ്ണമായ പിന്തുണ ഈ നിർമ്മാണ പ്രവർത്തനത്തിനുണ്ട്. വളരെ മോശമായ വഴിയിൽ പല സാഹചര്യങ്ങളിലും വാഹനങ്ങൾ കടന്നു വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ സൗകര്യങ്ങൾ ഒരുക്കി തന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വാഹനം സൈഡ് പിടിച്ച സമയത്തുമൊക്കെ ഒട്ടേറെ പേര് ചേർന്ന് അത് ഹെൽപ്പ് ചെയ്ത് ഉയർത്തി തരികയും അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഈ നാട്ടിൽ നിന്നും നല്ലവരായ ആളുകളിൽ നിന്നുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ലിബിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. മാത്രവുമല്ല 1 രൂപ പോലും അദ്ദേഹം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കടവോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. കൃത്യമായ സമയത്ത് തന്നെ കൃത്യമായ ആ എഗ്രിമെൻറ്റും പ്രകാരമുള്ള പൈസ തരികയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒരാളിൻ്റെ ഒരു ജന്മത്തെ അധ്വാനവും സ്വപ്നവുമാണ് ഇന്നിവിടെ പൂവണിയുന്നത്. അപ്പം കേവലം 700 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ പോലും ഇതൊരു വലിയ കൊട്ടാരം അല്ലെങ്കിൽ സ്വപ്നഭവനം എന്നൊക്കെ ഞാൻ പറയുന്നു. ഇത് സത്യത്തിൽ ലിബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൊട്ടാരമാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ജന്മത്ത് ശരിക്കും അധ്വാനിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു കൊട്ടാരം പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം 3 ബെഡ്റൂമും ഒരു ലിവിങ് റൂമും ഒരു ഡൈനിങ്ങും ഒരു ബാത്റൂമും കിച്ചണും അടങ്ങുന്ന ഈ സ്വപ്ന ഭവനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ 2 പില്ലർ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഒരു ചെറിയ ടെസ്റ്റർ പൊട്ടി വർക്ക് ഉണ്ട്. പിന്നെ ഈ കയറി വന്നിരിക്കുന്നത് ഒരു ചെറിയ ലിവിങ് റൂമാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലൊരു ഫ്രഞ്ച് പാളി ജനലും അല്ലാത്ത 2 പാളി ജനലും ഉണ്ട്. പിന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഡോറ് എന്ന് പറയുന്നത് തേക്കിൻ്റെ ഡോറാണ്. അപ്പോൾ അത് പോളിഷൊന്നും ചെയ്തിട്ടില്ല, ഇപ്പം പോളിഷ് ചെയ്യത്തേ ഉള്ളൂ. പിന്നെ അതിനോട് ചേർന്ന് ഒരു ചെറിയ രൂപക്കൂടിന് കണക്കാക്കിയൊരു ഷോക്കേഴ്സും ഒരു ചെറിയ പാസേജ് പോലെ വന്നിട്ട് ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂം ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടുകാരൻ്റെ ഇഷ്ടമനുസരിച്ചും അവരുടെ പ്ലാൻ അനുസരിച്ചും നമ്മൾ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമാണ് ഉള്ളത്. 15x10 ടൈലാണ് നമ്മൾ ബാത്റൂമിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഡബിൾ പീസ് ക്ലോസറ്റ് ഉണ്ട്. പിന്നെ 2 ടാപ്പ്, ഷവർ, ഹെൽത്ത് സെറ്റ്, ഒരു ടവൽ റോഡും എക്സ്ട്രാ ഫാനും എല്ലാം ചേർത്ത് ഉള്ള ഒരു 6 കഞ്ചിൻ്റെ ഒരു ചെറിയ ബാത്റൂമാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് വന്നിരിക്കുന്ന റൂമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു 12x10 ഒരു ബെഡ്റൂമാണ് ഈ വന്നിരിക്കുന്നത്. ഇത് ഫ്രണ്ട് വ്യൂവിലായിട്ട് വരികയാണ്. അപ്പം 3 പാളിയുടെ ഒരു ജനലും 2 പാളിയുടെ ഒരു ജനലും നമ്മളിതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ റൂമിലും നമ്മൾ കൊടുത്തിരിക്കുക എന്ന് പറയുന്നത് വീട്ടുകാരുടെ ഇഷ്ടാനുസരണമുള്ള 4x2 ടൈലാണ്. ഇത് അതിനടുത്തുള്ള ഒരു റൂമാണ്, ബെഡ്റൂമാണ്. ഇതും ഏകദേശം 12x10 ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഇതിന് എന്ന് പറയുന്നത് നമുക്ക് ഒരു വശത്ത് വന്നത് കാരണം നമുക്ക് 2 പാളിയുടെ ഒരു ജനൽ മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അലമാരയ്ക്ക് സ്പേസ് കണക്കാക്കി അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനുപയോഗിച്ചിരിക്കുന്ന ഡോറുകളെല്ലാം പ്ലാവും അതുപോലെ തന്നെ ഫിറ്റിങ്സൊക്കെ ബ്രാൻഡഡ് തന്നെയാണ്. പിന്നെ ഈ ഡൈനിങ് റൂമാണ്.
ഇവിടെ നമ്മളൊരു വാഷ് ബേസും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വെളിച്ചം എല്ലാം കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ്. ഈ ഡൈനിങ് ഏരിയയിൽ തന്നെ നമ്മൾ ഈ ഒരു കോക്കറി ഷോക്കേഴ്സും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ നമ്മളൊരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 10x10 ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വരിക എന്ന് പറയുന്നത് കിച്ചണിലേക്കാണ് വരുന്നത്. അപ്പം കിച്ചണിലെ ഇതിൻ്റെ കബോർഡിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം താഴെ നമ്മൾ കബോർഡ് കൊടുത്തിട്ടുണ്ട്. സ്ലാബ് ഗ്രാനൈറ്റ് ആണ്. ഫ്ലോറിങ് മാറ്റ് ഫിനിഷിംഗ് ആണ്. ഡബിൾ ഡോറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വീടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. ഈ കാഴ്ചകൾ ആയാലും ഇതിനകത്ത് നിർമ്മാണ രീതികളാണെങ്കിലും ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ സാമഗ്രികളാണെങ്കിലും പൂർണ്ണമായിട്ടും വീട്ടുകാരൻ്റെ ഇഷ്ടം അനുസരിച്ച് അത് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ അച്ചായനെ വീടിൻ്റെ താക്കോൽ ഏൽപ്പിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഈ നിർമ്മാണ പ്രവർത്തനം എന്നെ ഏൽപ്പിച്ചായിരുന്നു. അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഞാൻ ഗുരുതുല്യനായ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ താക്കോൽ ഏൽപ്പിക്കുകയാണ്. ലിവിൻ്റെ ഭാര്യയുടെ പിതാവാണ്. അദ്ദേഹത്തെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്നും എക്കാലവും സന്തോഷത്തോടെ ഈ കുടുംബം ഇവിടെ കഴിയാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ കുടുംബത്തോടൊപ്പം ഉണ്ടാകും.